ഒരു ഓട്ടർഷ വരണുണ്ടപ്പോൾ ഓല് വേഗമ പിടിച്ച് വെച്ച് വേഗമ പിടിച്ചുകൊണ്ട് വലിച്ചപ്പോൾ വേഗ് വിട്ടുകൊടുത്തു. ഞാൻ സ്കൂൾക്ക് പോകുമ്പോൾ ഒരു വലിയ വീടുണ്ടാവും, അവിടെ വാൻ ഇങ്ങനെ നിർത്തിയിട്ടിരുന്ന്. ഞാൻ ഇറങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ വാൻ ഇങ്ങോട്ട് വന്ന് എന്നിട്ട് വഴി തടഞ്ഞു വെച്ച്. അപ്പോൾ ഞാൻ മറ്റേ വഴി കൂടെ പോകാൻ നോക്കിയപ്പോൾ അവിടേക്ക് രണ്ടാൾ ചാടി. പാടത്തേക്കുള്ള വഴി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത് കേൾക്കണില്ല, എടുത്തു വന്ന് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ എടുത്തു വന്ന് പറഞ്ഞപ്പോൾ ഒരാളിനെ പിടിച്ച് വണ്ടി കയറ്റി. അയാളിങ്ങനെ ഫോൺ വിളിക്കണ്ടായിരുന്നു. അയാൾക്കൊരു ഫോൺ വന്നേ. അപ്പം അയാളിൻ്റെ കൈ വിട്ടിട്ട് ഫോൺ വിളിച്ച്. അപ്പോൾ ഡോറ് തുറന്നു വെച്ചിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ഓടി. ആരും വിശ്വസിച്ചു പോകുന്ന രീതിയിലാണ് കുട്ടികളുടെ വാക്കുകൾ. അതുകൊണ്ട് ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം. മിക്കയിടങ്ങളിലും ആളൊഴിഞ്ഞ റോഡിലൂടെ പോകുന്ന കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. വഴി ചോദിച്ചാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്ന് ചില കുട്ടികൾ പറയുന്നു. താഴെ വീണ മൊബൈൽ ഫോൺ എടുക്കാൻ ആവശ്യപ്പെട്ടാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്ന് മറ്റൊരു കുട്ടി പറയുന്നു. കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷന് കീഴിൽ 2 പരാതികളും താനൂരിൽ 1 പരാതിയുമാണുള്ളത്. രണ്ടിടത്തും ഓരോ കേസാണ് എടുത്തിരിക്കുന്നത്. സമാന സംഭവങ്ങൾ ഈ കേസുകളുടെ കൂടെ അന്വേഷിക്കുന്നു. ആഴ്ചകൾക്ക് മുമ്പ് എടപ്പാളിലും ഇതുപോലുള്ള സംഭവം ഉണ്ടായതായി ചിലർ പറയുന്നു. എന്നാൽ ഒരു സംഭവവും നേരിട്ട് കണ്ടതായി കുട്ടികളല്ലാതെ ആരും പറയുന്നില്ല. തട്ടിക്കൊണ്ടുപോകൽ സംഘം സഞ്ചരിച്ചുവെന്ന് പറയുന്ന നീല ഒമ്നി വാനും കണ്ടവരില്ല. പക്ഷേ രക്ഷിതാക്കൾ ഭീതിയിലാണ്. ഇന്നലെ രാവിലെ ഒരു 10:30 കൂടിയാണ് ആദ്യം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അങ്ങനെ അവളെ കാറിൽ വന്ന ആളുകൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായിട്ട് സ്കൂളിൽ വന്ന് ടീച്ചേഴ്സിനോട് പരാതിപ്പെട്ടത്. ഞങ്ങളപ്പോൾ തന്നെ രക്ഷിതാക്കളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് വീണ്ടും 5ാം ക്ലാസ്സിലെ ഒരു ആൺകുട്ടി ഇതുപോലെ തന്നെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഞങ്ങൾ പോലീസിൽ വിവരം അറിയിച്ചു, രക്ഷിതാക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇതിലും ഭീകരമാണ്. നിമിഷങ്ങൾക്കകം ഒരേ സമയം പലയിടങ്ങളിൽ കുട്ടികളെ പിടികൂടാൻ ശ്രമമുണ്ടായെന്നാണ് കിംവദന്തികൾ. പലയിടത്തും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്നിവരെ വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രചരണങ്ങളുണ്ടായി. കുട്ടികളുടെ ഫോട്ടോ സഹിതമാണ് പ്രചാരണം. തട്ടിക്കൊണ്ടുപോയ വാഹനം വരെ പോലീസ് പിടികൂടിയെന്നും കഥ വന്നു. സംഭവത്തിൽ ദൃക്സാക്ഷികളും സാഹചര്യ തെളിവുകളും ഇല്ലാത്തതിനാൽ പരാതി പോലീസിനെയും കുഴക്കുന്നുണ്ട്. കുട്ടികളുടെ മൊഴി വിശ്വാസത്തിലെടുത്തു തന്നെയാണ് അന്വേഷണം. എന്നാൽ ഇതിനു പിന്നിൽ മറ്റാരുടെയോ താല്പര്യങ്ങളുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുട്ടികളുടെ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ കണ്ടതാണ് കാരണം. താനാളൂരിൽ ഓട്ടോക്കാരൻ വന്നപ്പോൾ തന്നെ മോചിപ്പിച്ചുവെന്നായിരുന്നു കുട്ടിയുടെ മൊഴി. എന്നാൽ ഓട്ടോക്കാർ ആരും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഓട്ടോക്കാരൻ വാൻ കണ്ടില്ലെന്നും പറയുന്നു. പ്രതികളെക്കുറിച്ച് പോലീസിന് ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല. രക്ഷിതാക്കൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമൊന്നുമില്ലെന്ന് പോലീസ് അറിയിച്ചു. നിരവധി പരാതികൾ ഉയരുമ്പോഴും ദൃക്സാക്ഷികളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ സംഭവത്തിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് പോലീസിനും കൃത്യമായി പറയാൻ കഴിയുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കുട്ടികളെ ആര് എവിടേക്ക് എന്തിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു? ഏതായാലും കുട്ടികൾ ജാഗ്രതയോടെ ഇരിക്കുക. ക്യാമറാമാൻ വൈശാഖിനൊപ്പം ഷമീമ സലാം, മാതൃഭൂമി ന്യൂസ്, തിരൂർ.